സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദേവികയെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന ഒരു വലിയൊരു കാര്യം നന്ദൻ ചെയ്തിരിക്കുന്നു. മറ്റൊന്നുമല്ല, ഇസബല്ലയ്ക്കും അങ്കിളിനും വേണ്ടിയിട്ട് വളരെ അത്യാവശ്യപ്പെട്ട ഒരു ഫയൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുവാണ് നന്ദൻ. ആ ഒരു പ്രവൃത്തി ദേവികയെ വല്ലാത്ത മാനസിക സംഘർഷത്തിലും അതുപോലെ പ്രതിസന്ധിയിലേക്കും കാര്യങ്ങൾ എത്തിക്കും. എന്തായാലും സിദ്ധാർത്ഥൻ സാറാണെങ്കിൽ കെ നായർക്ക് പ്രൊജക്റ്റ് ഒപ്പിട്ട് കൊടുത്തതിൻ്റെ പേര് അത്രയ്ക്ക് സ്വരച്ചേർച്ചയിലല്ല ദേവികയുമായിട്ട്. അപ്പോൾ പാർട്ടിയിലായാലും മന്ത്രിസഭയിലായ പ്രശ്നമുണ്ടായാൽ ശരിക്കും പറഞ്ഞ ദേവികയെ സപ്പോർട്ട് ചെയ്യാനോ പിന്തുണയ്ക്കാനോ ആരുമില്ലെന്ന് തന്നെ പറയാം. അതിനിടയ്ക്ക് ത്യാഗരാജനാകട്ടെ ഇസബല്ലയ്ക്കാകട്ടെ ദേവികയുടെ ആ ഒരു MLA സ്ഥാനം കയ്യിലാക്കണമെന്ന് ഒരാഗ്രഹം വന്നു തുടങ്ങി. ഈ സാഹചര്യത്തിൽ അവരുൾപ്പെടെ ദേവികയ്ക്ക് പാര വെക്കാനേ ചാൻസ് ഉള്ളൂ. എന്തായാലും ദേവിക നന്ദനാണ് തന്നോട് ഈ ചതി ചെയ്യുന്നതെന്ന് തിരിച്ചറിയാതെയാണ് അവിടെ എല്ലാം പരതി നോക്കുന്നത്. എന്നാൽ എന്നിട്ട് പോലും നന്ദൻ ആ സത്യാവസ്ഥ തുറന്നു പറയുന്നില്ല. ഇതിനേക്കായും ഭേദം നന്ദന് എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റ് ജയിലിൽ പോയി കിടക്കുന്നതായിരുന്നു. താൻ കാരണം തൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും നരകയാതന അനുഭവിച്ചുകൊണ്ട് താൻ രക്ഷപ്പെടുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലെന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ സത്യങ്ങളെല്ലാം ദേവിയോട് തുറന്നു പറയണമെന്ന് പലതവണ തീരുമാനിച്ചെങ്കിലും ഇസബല്ലയുടെയും അതുപോലെ കെവിൻ്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി ആ സത്യങ്ങൾ മറച്ചു വെക്കുന്ന ആ ഒരു പ്രവൃത്തിയേക്കായും എന്തുകൊണ്ടും ഭേദം സത്യങ്ങൾ എല്ലാവരോടും തുറന്നു പറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങുന്നതായിരുന്നു. കാരണം കെ നായർക്ക് പ്രൊജക്റ്റ് ഒപ്പിട്ട് കൊടുത്തതിൻ്റെ പേര് ദേവിയെ അച്ഛൻ വഴക്ക് പറയുന്നത് കേട്ടിട്ട് പോലും ഒരു തവണ പോലും സിദ്ധാർത്ഥൻ സാറിനോട് പോലും നന്ദൻ പറഞ്ഞിട്ടില്ല. ഞാൻ കാരണമാണ് ദേവി ആ പ്രൊജക്റ്റിൽ ഒപ്പിടാൻ കാരണം, ജനങ്ങൾക്കും പാർട്ടിക്കും അതുപോലെ തന്നെ ദേവിക്കും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചില്ലെന്ന് ഒറ്റ വാക്കിൽ ശരിക്കും പറഞ്ഞാൽ ദേവിക സേഫ് ആയാനേ. എന്നിട്ട് പോലും ആ ഒരു മനസാക്ഷി കാണിക്കാത്ത നന്ദനോട് വീണ്ടും നന്ദനാണ് ഈ ഫയൽ അടിച്ചു മാറ്റിയെന്നുള്ള സത്യം മനസ്സിലാക്കി കഴിഞ്ഞ ദേവിക അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ കാണിക്കാൻ പാടേയില്ല. കാരണം അത്ര വലിയ ചതിയല്ലേ ദേവിയോട് കാണിച്ചത്. ഇസബല്ലയും കെവിൻ്റെയും സ്വാധീനത്തിൽ ഇങ്ങനെയങ്ങ് മാറാൻ പാടുണ്ടോ? സ്നേഹിച്ച കാലത്ത് പറഞ്ഞ വാക്കുകളും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ദേവികയോട് ഇങ്ങനൊരു ചതി കാണിക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും അധികം താമസിക്കാതെ നന്ദനാണ് തന്നോട് ഈ ചതി ചെയ്തതെന്നുള്ള സത്യം മുരളി വഴി എന്തായാലും ദേവി തിരിച്ചറിയും. അതോടെ ദേവി ഒരു കാര്യം തീരുമാനിക്കുമായിരിക്കും. എന്തായാലും കെ നായരുടെ പ്രൊജക്റ്റ് ഒപ്പിട്ട് കൊടുക്കാൻ കാരണം നന്ദനാണ്. അതുപോലെ ഇപ്പോൾ ഫയൽ അടിച്ചു മാറ്റാൻ കാരണക്കാരനും നന്ദനാണെന്നുള്ള കാര്യം സിദ്ധാർത്ഥൻ സാറിനെ അറിയിക്കുന്നത് വഴി സിദ്ധാർത്ഥൻ സാറും ഗിരീഷും നമ്മുടെ നന്ദനെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നന്ദൻ ഇത്ര വലിയ ക്രൂരത ദേവിയോട് കാണിച്ചതെന്നുള്ള ആ ഒരു സത്യം വെളിപ്പെടുത്തും. ഋഷിയെ കൊന്നതിൻ്റെ പേര് തന്നെ സേഫ് ആക്കിയ ഇസബല്ലയ്ക്കും കെവിനും ചെയ്തു കൊടുക്കാവുന്നതിൻ്റെ നന്ദി കാണിച്ചതാണെന്നുള്ള കാര്യം തിരിച്ചറിയിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ, അതായത് ഋഷി മരണപ്പെട്ടു, അങ്ങനെയാണ് നന്ദനും ദേവിയും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യം തുറന്നു പറയുമ്പോൾ മിക്കവാറും ശാരിക എല്ലാ സത്യങ്ങളും തുറന്നു പറയും. ഋഷി മരിച്ചിട്ടില്ല, അതായത് ഋഷിയാണ് താൻ സ്നേഹിക്കുന്നതെന്നുള്ള സത്യം ഋഷി തൻ്റെ ചേച്ചിയോടും ചേച്ചിയുടെ കുടുംബത്തിനോടും ചെയ്യുന്ന വഞ്ചന മനസ്സിലാക്കുന്ന ശാരിക താൻ സ്നേഹിക്കുന്നത് ഋഷിയാണെന്നും ഋഷി കാരണമാണ് താൻ ആരെയാണ് സ്നേഹിക്കുന്നതെന്നുള്ള സത്യം ചേച്ചിയോടോ അമ്മയോടോ അച്ഛനോടോ എന്തിനു പറയുന്നു മുരളിയേട്ടനോട് പോലും തുറന്നു പറയാഞ്ഞത് എന്നൊക്കെ പറയും. എന്തായാലും എത്ര വലിയ സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടികളാണെങ്കിലും സ്നേഹിക്കുന്ന സമയത്ത് അവരെന്തു പറയുന്നു അതപ്പടി അനുസരിക്കാനാണ് മിക്കവരും കാണിക്കുന്നത്. പക്ഷേ അതിനെ തുടർന്ന് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളും അല്ലെങ്കിൽ നാളെ വരാൻ പോകുന്ന പ്രതിസന്ധികളൊന്നും പെട്ടെന്ന് ചിന്തിക്കത്തില്ല. പിന്നീട് മനസ്സിലാക്കുമ്പോഴത്തേക്കും ഒരുപാട് വൈകിയിരിക്കും. ശരിക്കും പറഞ്ഞ ശാരിക ഏകദേശം ആ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നന്ദനും അതേ അവസ്ഥയിലൂടെയല്ലേ, അതായത് ഇസബല്ലയെയും കെവിനെയും വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്തു പറയുന്നു അത് നാളെ ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തും പ്രതിസന്ധികളും ജനങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട് പോലും മനസ്സിലാക്കാതെ എന്തെന്നില്ലാതെ ഇത്രയും പഠിത്തവും വിവരമുള്ള ആൾ പോലും കാട്ടിക്കൂട്ടുന്നത് ഇങ്ങനെ ആകുമ്പോൾ ശാരിക അങ്ങനെയൊക്കെ പെരുമാറിയതിൽ മറ്റൊന്നും ചിന്തിക്കാനില്ല. എന്തായാലും സിദ്ധാർത്ഥൻ സാറ് വീണ്ടും ഈ ഒരു ഫയൽ നഷ്ടമായതിൻ്റെ പേരിൽ ദേവിയോട് നല്ല പ്രശ്നങ്ങളുണ്ടാക്കും. ദേവിക മനഃപൂർവ്വം ആർക്കോ വേണ്ടിയിട്ട് ഈ ഫയൽ മുക്കിയതായിരിക്കും. കെ നായരുടെ പ്രൊജക്റ്റ് സൈൻ ചെയ്ത് കൊടുത്തതുപോലെ പണത്തിനും അല്ലെങ്കിൽ സ്വാധീനത്തിനും പ്രതാപത്തിനും വേണ്ടിയിട്ട് ദേവിക തൻ്റെ MLA സ്ഥാനം ദുരുപയോഗം ചെയ്യുന്നു എന്ന പേരിൽ സിദ്ധാർത്ഥൻ സാറ് ഇത് വലിയ പ്രശ്നമാക്കി തീർക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ നിരന്തരം പ്രശ്നം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രഭാവതി നന്ദനോട് സംസാരിക്കുമ്പം നന്ദൻ എന്തായാലും പ്രഭാവതിയോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയും. അതായത് പ്രഭാവതിക്ക് അറിയാത്ത ഒരു കാര്യവും നന്ദൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലല്ലോ. ഇപ്പം നടന്ന ഈ പ്രശ്നങ്ങൾ പോലും നന്ദനാണെങ്കിൽ പ്രഭാവതിയോട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം
താനാണ് ഇസബല്ലയ്ക്ക് വേണ്ടിയിട്ട് ആ ഫയൽ മുക്കിയത് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും പ്രഭാവതി പറഞ്ഞു കൊടുക്കും, ആ ഫയൽ എന്തായാലും തിരികെ കൊടുക്ക്, അങ്ങനെയാണെങ്കിൽ ദേവിക്ക് വലിയ പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ തന്നെ കെ നായരുടെ പ്രൊജക്റ്റ് ഒപ്പിട്ട് കൊടുത്തതിൻ്റെ പേര് സിദ്ധുവിന് ദേവിയോട് നല്ല അകൽച്ചയുണ്ട്, ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ കാരണം ആ പാവം പെൺകുട്ടിയെ ബുദ്ധിമുട്ടിലാക്കണ്ട എന്ന് പറയുമ്പം ഇസബല്ലയും കെവിനും പറഞ്ഞ ആവശ്യമാണ് ഋഷിയെ കൊന്നതിൻ്റെ പേര് ആ ഒരു ഡിവൈഎസ്പിക്ക് കേസ് ഒതുക്കാൻ ഇത്രയെങ്കിലും ഒരു സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ എന്തുത്തരം പറയുമെന്ന് പറയുമ്പം ഇനി നന്ദനെ പോലെ പ്രഭാവതിയും നന്ദൻ ചെയ്ത ആ തെറ്റിന് കൂട്ടു നിൽക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.